സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒന്നാണ് മുടി കൊഴിച്ചിൽ. വളരെ പ്രശ്നമാണത്. മുടി കൊഴിച്ചിൽ കുറേ ഒന്ന് കുളിച്ച് തോർത്തുമ്പോൾ ഒത്തിരി മുടി കൊഴിഞ്ഞു പോകുന്നവർ, ചീവിക്കെട്ടുമ്പോൾ കുറേ മുടി കൊഴിഞ്ഞു പോകുന്നവർ, അങ്ങനെ വലിയ നിരാശയായിട്ട് പറയുന്ന 90 വയസ്സുള്ള ആൾ വരെ എനിക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. 90 വയസ്സ് മുടി കൊഴിച്ചിൽ എന്ത് ചെയ്യും? അത്രയും പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചെറുപ്പക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? മുടി കൊഴിച്ചിൽ നമുക്ക് പരിഹരിക്കാനുണ്ട്. മുടി കൊഴിച്ചിലിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രധാനപ്പെട്ട കാരണം തൈറോയ്ഡ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുടി കൊഴിച്ചിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ ചില ഷാമ്പുകളുടെ ഉപയോഗങ്ങൾ മുടി കൊഴിച്ചിൽ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഈ വേംസ് അല്ലെങ്കിൽ പുഴുക്കടി പോലെ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ വെളുത്തുള്ളി അത് നടുവേ മുറിച്ച് നന്നായിട്ട് ഉരസി കിടക്കുക. അത് ഓരോ ദിവസവും ഒരു നേരമെങ്കിലും അത് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അവിടെയൊക്കെ പുതിയ രോമങ്ങൾ കിളുക്കുകയും കരുത്തുറ്റതായിത്തീരുകയും ചെയ്യും. ഒരു വലിയല്ല കേട്ടോ, ഒരു ചുളം നടുവേ മുറിക്കണം, എന്നിട്ട് നന്നായി വരസണം ആ നടുവേ കൊഴിഞ്ഞു പോകുന്നതിന്. ബാക്കി കൊഴിച്ചിലിനും ഒക്കെ ഉള്ള പരിഹാര മാർഗങ്ങൾ ഞാൻ നൽകാം. വളരെ ലളിതമായ മാർഗങ്ങൾ നമുക്ക് ചെയ്യാം. ഈ തൈറോയ്ഡ് ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് നിർബന്ധമാണ്, എന്നിട്ടേ ചെയ്യാവുള്ളൂ. തൈറോയ്ഡ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. പക്ഷെ അതിലും അവിടെ ഒരു പ്രശ്നമുണ്ട്. തൈറോയ്ഡ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് തൈറായ്ഡ്സ് ആ ഇനത്തിൽപ്പെട്ടതും, ഒന്ന് സാധാ TFTയിൽ TSHO ഒക്കെ കൂടുതൽ, T4 കൂടുതൽ, T3 കൂടുതലൊക്കെ ആയിട്ട് നിൽക്കുന്ന തൈറോയ്ഡുകൾ. അപ്പോൾ 2 ടൈപ്പ് തൈറോയ്ഡുകളിലും നമുക്ക് വരാം. ഈ തൈറായ്ഡ്സ് 1, 2, 3, 4, 5 കാറ്റഗറിയിൽ പെടുന്നതുണ്ട്. അതിൽ 3 കാറ്റഗറിയിലാണെങ്കിൽ 20% നമ്മൾ സൂക്ഷിക്കണം ക്യാൻസർ ഉണ്ടോ എന്ന്. 4ലാണെങ്കിൽ 80% ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയാണ്. 5 ആണെങ്കിൽ 100% ക്യാൻസറാണ്. അപ്പോൾ 4 and 5 ആണെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യണം. ശേഷമേ നമുക്ക് മുടി കൊഴിച്ചിലിനെയൊക്കെ തടയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ മുടി നമുക്ക് കൊഴിയുന്നതിൻ്റെ കാരണങ്ങളിലേക്കും കൂടെ കിടക്കാം. ചില വൈറ്റമിൻ്റെ കുറവുകൾ കൊണ്ടുണ്ടെങ്കിൽ മുടി കൊഴിയാം. ശക്തമായ വെള്ളപ്പോക്കുകൾ ഉണ്ടെങ്കിൽ മുടി കൊഴിയാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ പ്രതിരോധശേഷി വളരെ കുറവാണെങ്കിൽ മുടി കൊഴിയാം. ഉദാഹരണം IgE, അതൊരു പ്രതിരോധശേഷിയെ മനസ്സിലാക്കേണ്ട ടെസ്റ്റാണ്. അതിൽ IgE വളരെ കൂടുതലാണെങ്കിൽ മുടി കൊഴിയാം. ഇപ്പോൾ വെള്ളപ്പോക്കാണെങ്കിൽ മുടി കൊഴിയാം. ഒത്തിരി ഹൈപ്പർ ടെൻഷൻ മനസ്സിലുണ്ട്, മുടി കൊഴിയാം. ഉറക്കക്കുറവുണ്ട്, മുടി കൊഴിയാം. അതിനെയൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന ലളിത മാർഗങ്ങളാണ് ഞാൻ ഈ നിമിഷം നിങ്ങളുമായി പങ്കുവയ്ക്കുക. നമ്മൾ ഷാമ്പുവും ഒക്കെ അങ്ങ് മാറ്റിയിട്ട് താരനുണ്ടെങ്കിൽ 2 സ്പൂൺ ഉലുവ തലേന്ന് വെള്ളത്തിലിട്ട് പിറ്റേന്ന് അരച്ച് നമുക്ക് തലയിൽ പുരട്ടി കുളിക്കാം. ചില ഷാമ്പുകൾ നമുക്കെതിരായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമിതമായ മാനസിക സംഘർഷം നമുക്ക് മുടി കൊഴിച്ചേക്കാം. അപ്പോൾ നമ്മൾ ബ്രഹ്മി വൈൻ ഉണ്ടാക്കി, അഥവാ പച്ച ബ്രഹ്മി എടുത്ത് നന്നായിട്ട് കഴുകി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളം വാർത്ത് കളഞ്ഞ് ഒരു 41 ദിവസം ഒരു ചെല്ലു ഭരണിയിലോ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റിലോ ഒരു 3 ഇഞ്ച് കനത്തിൽ വിരിക്കുക. അത്രയും അത് മൂടെ വെല്ലം പൊടിച്ചിടുക, വീണ്ടും ഇടുക, വെല്ലം പൊടിച്ചിടുക, അങ്ങനെ ലെയറാക്കി മൂടിക്കെട്ടി വെക്കുക. 41 ദിവസം കഴിഞ്ഞ് നല്ലൊരു തോർത്തുമുണ്ടിലിട്ട് പിഴിഞ്ഞെടുത്ത് സൂക്ഷിച്ച് വെച്ച് 15 മില്ലി 20 മില്ലി വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 10 മില്ലി വെച്ച് മതി. വെള്ളപ്പൊക്കുണ്ടെങ്കിലോ ശതാവരിക്കിഴങ്ങ്
ഒരെണ്ണം എടുക്കുക, നന്നായി കഴുകി വൃത്തിയാക്കുക, ചെറു കഷ്ണങ്ങളാക്കി മുറിക്കുക. നിലപ്പനക്കിഴങ്ങ് അതൊരു 200 ഗ്രാം വാങ്ങിക്കുക. ഒരു ശതാവരിക്കിഴങ്ങ് മുഴുവൻ വേണം. ഒരു 10 ഗ്രാം നിലപ്പനക്കിഴങ്ങും ചതച്ചിടുക. എന്നിട്ട് 1 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും തിളപ്പിച്ചെടുക്കുക. 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കുക. ആ 2 ഗ്ലാസ് വറ്റിക്കുക, 1 ഗ്ലാസ് ആക്കുക. രാവിലെ എപ്പോഴെങ്കിലും കുടിക്കുക. ഭക്ഷണശേഷം കഴിക്കാം, ഭക്ഷണത്തിന് മുൻപ് കഴിക്കാം, അങ്ങനെയും കഴിക്കാം. അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മളങ്ങനെ കഴിച്ചാൽ തീർച്ചയായിട്ടും വെള്ളപ്പോക്ക് മാറും. അപ്പോൾ വെള്ളപ്പോക്ക് കുറഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും. ഇനി മറ്റൊന്ന്, നമ്മൾ എല്ലാ ദിവസവും ഇത്തിരി നല്ല വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ പുരട്ടി കുളിച്ചു പോരാമെങ്കിൽ എല്ലാ ദിവസവും പുരട്ടി കുളിക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് നരയ്ക്കുകയുമില്ല, മുടി കൊഴിച്ചിൽ അങ്ങനെ കാര്യമായിട്ടുണ്ടാവുകയുമില്ല. അതും ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ധാരാളം മുടി കൊഴിയുന്നു, മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല. നീല അമരിയുടെ ഇല കുറച്ച് സംഘടിപ്പിച്ച് അതിൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലൊരു സ്റ്റീൽ ചരുവത്തിൽ ഒരു 3 ദിവസം അടുപ്പിച്ച് വെയിലം കൊള്ളിക്കുക. നല്ല ഉജാലയുടെ കളറാവും എണ്ണ. നല്ല ഈ നീലാമരിയുടെ ഇല ആയിരിക്കണം. അതിൻ്റെ തന്നെ കാട്ടു നീലാമരിയും കിട്ടും. നീലാമരി പോലെ ഇരിക്കും. ചുരം റോഡിനൊക്കെ കാണാം സാധാരണ അതുപോലുള്ള ഇലയുള്ള ചെടികൾ. പക്ഷെ അത് നീലാമരി അല്ല. നല്ല നീലാമരി ആണെങ്കിൽ ഒരു 2 മണിക്കൂർ വെയിലത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാൽ തന്നെ അത് കളർ മാറി വരും. നന്നായി കളർ മാറുന്നുവെങ്കിൽ നല്ല നീലാമരി, കളർ മാറുന്നില്ലെങ്കിൽ നീലാമരി അല്ല. അത് നമ്മളൊരു 3 ദിവസം വെയിലൊക്കെ കൊള്ളിച്ച് അരിച്ചെടുത്ത് കുപ്പിയിലൊഴിച്ച് വെച്ച് എല്ലാ ദിവസവും തലയിൽ തേച്ച് കുളിച്ചാൽ മുടി കൊഴിച്ചിലിനെ തടയാൻ പറ്റും, മുടി വളരാനും കഴിയും. മറ്റൊന്ന്, ഈറനോട് കൂടി കുളിച്ച് കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്കും 11 മണിക്കൊക്കെ കുളിക്കുക, തല കഴുകി കുളിക്കുക, ഉടനെ കയറി കിടന്നുറങ്ങുക പാടില്ല. തലമുടി സ്ത്രീകളാണല്ലോ, ആണുങ്ങൾക്ക് നമുക്ക് ഇച്ചിരി മുടി കുറവായതുകൊണ്ട് അത്രയും പ്രശ്നമല്ല. പെണ്ണുങ്ങൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് ഒരു 4 മണിക്ക് മുൻപായിട്ട്, രാവിലെ കുളിച്ചാൽ നല്ലത്, തല കഴുകിയിരിക്കണം, മേലെപ്പോൾ വെള്ളം കഴിക്കും. ആ ഈറനോട് കൂടി ഈറൻ ഉണങ്ങാതെ കിടന്നുറങ്ങുമ്പോൾ ആ മുടിക്കുള്ളിൽ ദുർഗന്ധം ഉണ്ടാകുകയും അത് മുടി കൊഴിച്ചിലിനെ സഹായിക്കുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് നമ്മൾ മുടി നന്നായിട്ട് തോർത്തി ഉണങ്ങിയതിന് ശേഷം ആ മുടി കെട്ടിവെക്കുക. അലക്ഷ്യമായിട്ട് കെട്ടി കിടന്നുറങ്ങൽ, കട്ടിലിൽ കിടന്ന് അല്ലെങ്കിൽ പായയിൽ കിടന്ന് അല്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ആ മുടിയൊക്കെ നാശാക്കി കളയുന്ന ആ ഒരു സംവിധാനം, അതൊക്കെ മുടി കൊഴിച്ചിലേക്ക്, മുടി പൊട്ടിപ്പോകുന്നതിലേക്കൊക്കെ വഴിതെളിച്ചേക്കാം. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം, മുടി നാം സംരക്ഷിക്കണമെങ്കിൽ അത് കൃത്യതയോടുകൂടി ചീവി അത് നല്ല വൃത്തിയോടുകൂടി ഇടാനും ഉണക്കി സൂക്ഷിക്കാനും ഒക്കെ അതിന് കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും മുടി കൊഴിച്ചിലുണ്ടാകും. പിന്നെ വൈറ്റമിൻ്റെ കുറവുകൾ കൊണ്ട് മുടി കൊഴിയാം, പല വൈറ്റമിനുകൾ. അതിന് വെറും ക്യാരറ്റ് ജ്യൂസ് മാത്രം കഴിച്ചാൽ മതി. ഒരു നല്ല ക്യാരറ്റ് കഴുകി ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിൽ അരച്ച് തിളപ്പിച്ചാറി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചങ്ങാറ് ജ്യൂസ് അടിക്കുക. അരച്ച് വെള്ളമൊഴിച്ച് ജ്യൂസാക്കാം. വെള്ളത്തോട് കൂടി, ചൂടുവെള്ളത്തോട് കൂടി, തിളപ്പിച്ചാറി വെള്ളത്തോട് കൂടി നമുക്ക് ജ്യൂസാക്കി എടുക്കാം. എങ്ങനെ വേണേലും അത് കഴിക്കാം. പിന്നെ വൈകിട്ടത്തെ ആഹാര രീതി നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചോറും മറ്റ് കാര്യങ്ങളും വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ രാത്രി കഴിക്കാതെ ഓരോ ഫ്രൂട്ട്സ് നമുക്ക് തൊലി കളഞ്ഞെടുക്കാവുന്ന, ഉദാഹരണം റംബുട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ഓറഞ്ച് തോല് കളഞ്ഞ്, പൈനാപ്പിൾ തോല് കളഞ്ഞ്, അങ്ങനെ തുടങ്ങിയ കട്ടിയുള്ള തോല് പൊളിച്ച് കളയാൻ കഴിയുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു ജ്യൂസ് കഴിച്ച് കിടക്കുക. എല്ലാ ദിവസവും പതിവാക്കുക. അത് മുടി കൊഴിച്ചിലെ തടയാനായിട്ട് സഹായിക്കും. കാരണം വിവിധ തരങ്ങളിലുള്ള വൈറ്റമിനുകൾ നമ്മുടെ ഈ ഫ്രൂട്ട്സ് ജ്യൂസിലൂടെ നമുക്ക് ലഭ്യമാകും. അതും മുടി കൊഴിച്ചിലിനെ തടയാനായിട്ട്, മുടിക്ക് കരുത്തുണ്ടാകാനായിട്ടും സഹായിക്കും. തുടക്കം മുതൽ വെളിച്ചെണ്ണ നാം കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ മുതൽ ശീലിച്ചു പോന്നാൽ ഒരു പ്രശ്നമില്ല, മുടി നല്ല കറുത്തിരിക്കും, മുടി അങ്ങനെ നരക്കാൻ സാധിക്കില്ല, കൊഴിയാനും കൊഴിച്ചിലുണ്ടാവില്ല. പക്ഷെ എത്ര മുടി വളർന്നാലും നമ്മുടെ തലമുടി ഒരുപക്ഷെ കടുത്ത വെള്ളപ്പൊക്കോ
കടുത്ത തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുടി കൊഴിയും. അപ്പം അങ്ങനെ വരുമ്പം നമ്മളത് ശ്രദ്ധിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാനെന്ന ചിന്ത നമുക്കുണ്ടാവണം. മുടി സംരക്ഷിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഉലുവ അരച്ച് അപ്പം അതിൻ്റെ താരൻ പോകും. താരനുണ്ടെങ്കിൽ മുടി കൊഴിയും. അപ്പോൾ താരനെ പോക്കണം. ചിരങ്ങ് താരനൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാക്കാം. അപ്പോൾ തലയെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചില ഷാമ്പുകൾ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഈ ഉലുവ അരച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നല്ല ചെമ്പരത്തി അതിൻ്റെ തണ്ടിലെ തോലും ഇലയും കൂടെ കൂടി ചതച്ചരച്ച് പിഴിഞ്ഞ് അതിൻ്റെ ആ എസൻസൊക്കെ ഇങ്ങ് എടുത്തിട്ട് അത് തലയിൽ തേച്ച് കുളിക്കുക. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം, അലർജിയോ ആസ്തമയോ ഉള്ള ആളുകൾ അഥവാ IG കൂടുതലുള്ള ആളുകൾക്കൊക്കെ ഇതെതിരായിരിക്കും. കാരണം ചെമ്പരത്തി തണുപ്പാണ്. അപ്പോൾ ചെമ്പരത്തി തണുപ്പായതുകൊണ്ടാണ്. ഉലുവയാകുമ്പോൾ ചൂടാണ്, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ഇപ്പോൾ മൂക്കിൽ ദശ വളരുന്നവർ, തുമ്മൽ, ശ്വാസം മുട്ടൽ, മറ്റ് അലർജികൾ ഉള്ള ആളുകളെല്ലാം തന്നെ ചെമ്പരത്തി ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ചെമ്പരത്തി ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾക്ക് നല്ല ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ആ കാര്യം. അങ്ങനെ നമ്മൾ മുടിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. ഈ ഫ്രൂട്ട്സ് ജ്യൂസ് വഴി നമുക്ക് മുടി കൊഴിച്ചിൽ നിർത്തിക്കളയാൻ പറ്റും. അപ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് ഷോപ്പുകളിൽ നിന്ന്, ആയുർവേദ ഫാർമസികളിൽ നിന്ന് എണ്ണ വാങ്ങരുത്. അല്ലാതെ നമുക്ക് ഈ രീതിയിൽ നമുക്കെണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഇത് ഇനിമേൽ മുടിയെ കൂടുതൽ പരിഗണനക്കെടുത്ത് നമ്മുടെ മുടി കൊഴിച്ചിൽ വരാതിരിക്കാനുള്ള ഈ നല്ല ചിന്തകൾ, നല്ല ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.